going to take the next topic, that is shortest distance between two lines. എന്താണ് shortest distance between two lines? രണ്ട് ലൈൻസിന്റെ shortest distance ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 473. ഓക്കെ, 473 ഒന്ന് എടുത്തോ. ഓക്കെ, നോക്കിക്കോ. ഇഫ് ടു ലൈൻസ് ഇൻ സ്പേസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്, അതായത് ഇഫ് ടു ലൈൻസ് ഇൻ എ സ്പേസ്, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നത്, ഒരു ഇത് L1 ആണോ ഇത് L2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ലൈൻസ് ആണ് അല്ലേ. ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ് എങ്കിൽ then the shortest distance between them is 0. ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇഫ് ടു ലൈൻസ് ആർ ഇന്റർസെക്ടിങ് ഈച്ച് അതർ, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇഫ് ടു ലൈൻസ് ആർ ഇന്റർസെക്ടിങ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നതെങ്കിൽ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ടു ലൈൻസ് ഈസ് 0. രണ്ട് ലൈൻസിന്റെയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. Then also if two lines in space are parallel, then the shortest distance between them will be the perpendicular distance. അതായത് രണ്ട് ലൈൻസ് പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഇത് കണ്ടോ, L1 L2 ഈ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആയിട്ടാണ് പോകുന്നത് അല്ലേ. ഇപ്പൊ തമ്മിൽ ഒരിക്കലും ഒരു ഇന്റർസെക്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. അതായത് ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിലാണെങ്കിൽ അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് ലൈൻസ് പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത്. നമ്മൾ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ഇതായിരിക്കും ഈ രണ്ട് ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. Okay, that is the length of the perpendicular drawn from a point on one line into the another line. അതായത് എന്താ ഞാൻ പറഞ്ഞു തന്നെ, ഒരു ലൈനിലെ ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പൊ ഇവിടെ ഞാൻ ഏത് കൊടുത്തു, ഞാൻ ബി എന്ന് കൊടുത്തു വെച്ചു ഈ പോയിന്റിൽ. അപ്പോൾ ഒരു ലൈനിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റേ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ കൊടുക്കും. മനസ്സിലായോ? അതാണ് അതിന്റെ ഷോർട്ടസ്റ്റ്. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലൈനിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു ലൈനിന്റെ വേറൊരു പോയിന്റിലേക്ക്. ഓക്കെ, അപ്പം ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്തത് തന്നെ ഫർദർ ഇൻ എ സ്പേസ് there are lines which are neither intersecting nor parallel. ഇന്റർസെക്റ്റും ചെയ്യത്തില്ല, പാരലലും അല്ല. അങ്ങനെയുള്ള ലൈൻസ്, അതായത് രണ്ട് ലൈൻസ് അത് തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, അതായത് രണ്ടും കൂടെ കൂട്ടി മുട്ടത്തുമില്ല, എന്നാൽ അതെന്താണ്? പാരലലും അല്ല. മനസ്സിലായോ? അങ്ങനെ വരുന്ന ലൈനിൽ നമ്മൾ എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇൻ എ സ്പേസ് there are lines which are neither intersecting nor parallel. In fact, such pair of lines are known coplanar and are called skew lines. അതായത് ഇന്റർസെക്റ്റും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പാരലലും അല്ല. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് പോകുന്നത് വിചാരിച്ചോ. ഇപ്പൊ പാരലലും അല്ല, ഇന്റർസെക്റ്റിംഗും അല്ല. ലൈൻ L1 L2 neither parallel nor intersecting. അങ്ങനെ വരുന്ന കേസിൽ ലൈൻസ്, ഇങ്ങനെ വരുന്ന ലൈൻസിനെ നമുക്ക് എങ്ങനെ പറയാം? നോൺ കോപ്ലാനർ എന്ന് പറയാം. ആൻഡ് ദിസ് ഈസ് കോൾഡ്, ഇത് ഇങ്ങനെയുള്ള ലൈനുകൾക്ക് നമ്മൾ പറയുന്നതാണ് എന്ത്? സ്ക്യൂ ലൈൻസ്. എന്താണ്? സ്ക്യൂ ലൈൻസ്. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്തോണം, ലൈൻസ്, രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റും ചെയ്യുന്നില്ല, അത് പാരലലും അല്ല എങ്കിൽ അതിന് നമ്മൾ നോൺ കോപ്ലാനർ എന്ന് പറയാം. അതുപോലെ തന്നെ അതിന് പറയുന്നതാണ് എന്ത്? സ്ക്യൂ ലൈൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ക്യൂ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എല്ലാവരും ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഫിഗർ 11.7 ഒന്ന് നോക്കിക്കേ. മിസ് വരയ്ക്കുന്നില്ല, സമയം പോകും. ഫിഗർ 11.7 എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിക്കോണേ, ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us consider a room of size 1, 3, 2 units along x axis, y axis and z axis. അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസ് ഇസഡ് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന യൂണിറ്റിൽ നമ്മളൊരു റൂം വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കും. എക്സ് വൈ ഇസഡ്. ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താ?
1 എന്ന് പറയുമ്പോൾ ഇത്ര എടുക്കുക. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു, വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് 3 ആണ്, അപ്പോൾ കുറച്ചുകൂടെ നീട്ടി എടുക്കുക 3, ഇസഡ് ആക്സിസിൽ 2 ഇങ്ങനെ വരിക. ഓക്കെ, ദെൻ യൂണിറ്റ്സ് എടുത്തു. എലോങ് എക്സ് വൈ ഇസഡ് ആക്സിസ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന യൂണിറ്റ്സ് എടുത്തു. ദ ലൈൻ GE that goes diagonally across the ceiling and the line DB passes through one corner of the ceiling directly above A. അതായത് പിന്നെ ഞാൻ പറയട്ടെ. ഈ പോയിന്റ് ഈ കേട്ടോ. ഓക്കെ, അത് പറഞ്ഞ എന്താ, then line GE that goes diagonally across the ceiling. GE എന്ന് പറയുന്ന ലൈൻ, അതായത് ഈ ലൈൻ L1 ഇപ്പൊ ഞാൻ സിംപ്ലി കൊടുക്കണം കേട്ടോ. GE എന്ന് പറയുന്ന ലൈന് ഡയഗണലി ആയിട്ടാണ് പോയേക്കുന്നത്. അക്രോസ് ദ സീലിംഗ് അല്ലെ, മുകൾ ഭാഗം. ഇതില്ലേ ഒരു റൂം ഇതാണെങ്കിൽ ഇത് മുകൾ ഭാഗം, സീലിംഗില് മുകൾ ഭാഗത്തൂടെ ഡയഗണലി GE എന്ന് പറയുന്ന ഒരു ലൈൻ പോകുന്നുണ്ട്. ആൻഡ് ദ ലൈൻ DB എന്ന് പറയുന്ന ലൈൻ passes through one corner of the ceiling directly above A and goes diagonally down the wall. ഏതിൽ കൂടെ അത് പാസ് ചെയ്ത് സീലിംഗിന്റെ ഒരു കോർണറിൽ കൂടി പാസ് ചെയ്ത് A എന്ന് പറയുന്നതിന്റെ മുകളിൽ കൂടി വോളിലെ ഒരു കോർണറിലേക്കാണ് ഈ ഡയഗണല് പോയിരിക്കുന്നത്. ഓക്കെ, these lines are skew line because they are not parallel and also never meet. അതായത് അവർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസുകളെ നമുക്ക് സ്ക്യൂ ലൈൻസ് ആയിട്ട് പറയാം. കാരണം ഇത് തമ്മിൽ പാരലലും അല്ല, ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യത്തുമില്ല. മനസ്സിലായോ? അപ്പൊ എന്താണ് സ്ക്യൂ ലൈൻസ് എന്നുള്ളതാണ് ഈ ഫിഗറിൽ കൂടി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ GE എന്ന് പറയുന്നത് ഇതൊരു റൂം ആണെങ്കിൽ റൂമിന്റെ സീലിംഗിൽ കൂടി പോകുന്ന ഒരു ഡയഗണലാണ് GE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ DB എന്ന് പറയുന്ന ഡയഗണല് ഇതിലേക്കൂടെ പോയിരിക്കുന്നത് സീലിംഗിന്റെ ഒരു കോർണറിൽ നിന്ന് B എന്ന് പറയുന്നത് ബോളിന്റെ ഒരു കോർണറിൽ കൂടെ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഇത് ഈ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, പാരലലും അല്ല ഇന്റർസെക്റ്റും അല്ല. അപ്പം ഈ രണ്ട് ലൈനുകളും എന്താ സ്ക്യൂ ലൈൻസ്. മനസ്സിലായല്ലോ സ്ക്യൂ ലൈൻസ് എന്താണ്? ഓക്കെ, ഇനി നമുക്ക് സ്ക്യൂ ലൈൻസിന്റെ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് പോകാം. By the shortest distance between two lines, we mean the join of a point in one line with one point on the other line, so that the length of the segments obtained is the smallest. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ലൈൻ വരയ്ക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് തോന്നുന്നതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി എന്തായാലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസിൽ എന്താ പറയുന്നത് നോക്കിയേ. നൗ ഡിറ്റർമൈൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് ഇൻ ദ ഫോളോയിങ് വേ. താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമ്മൾ സ്ക്യൂ ലൈൻസിന്റെ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ലെറ്റ് L1 ആൻഡ് L2 ബി ടു സ്ക്യൂ ലൈൻസ്. L1 L2 എന്ന് പറയുന്നത് രണ്ട് സ്ക്യൂ ലൈൻസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വെക്ടർ ഫോമിൽ നമുക്കറിയാം. ഇക്വേഷൻ ഓഫ് എ ലൈനിന്റെ വെക്ടർ ഫോം ഇക്വേഷൻ എങ്ങനെയായിരുന്നു? വെക്ടർ L1, L2 are the two lines കേട്ടോ. അത് രണ്ടുമാണ് രണ്ട് ലൈൻസ്, ടു ലൈൻസ്. ഓക്കെ, L1 L2 എന്ന് പറയുന്നത് രണ്ട് ലൈൻസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ വെക്ടർ ഫോം, വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്ടർ. അടുത്ത R വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? L2ന്റെ R2 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B2 വെക്ടർ അല്ലെ. ഇതല്ലയോ നമ്മളൊരു ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ വെക്ടർ ഫോം. വെക്ടർ ഫോമിൽ ലൈനിന്റെ ഇക്വേഷൻ എന്താ? വെക്ടർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി അല്ലെ. ഇവിടെ L1 L2 ഉള്ളത് കൊണ്ടാണ് നമ്മൾ A1 A2 അല്ലെങ്കിൽ B1 B2 എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് മനസ്സിലാവാൻ വേണ്ടി. അപ്പം
ഫസ്റ്റ് ആർ വെക്ടർ L1ന്റെ ആർ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും A1 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B1 വെക്ടർ ആൻഡ് R2 എന്ന് പറയുന്നത് A2 വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു B2 വെക്ടർ. ലാംഡയ്ക്ക് പകരം അവിടെ മ്യൂ കൊടുത്താൽ മതി, കാരണം ലാംഡ എന്ന് പറയുന്നത് എന്താ ഒരു പാരാമീറ്റർ ആണ് അല്ലേ. അപ്പൊ അതിന് പകരം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് മ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഇത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ എല്ലാവരും ഈ ഫിഗർ ഒന്ന് നോക്കണം. നോക്കിയോ, ടേക്ക് എനി പോയിന്റ് എസ് ഓൺ ലൈൻ L1. L1 എന്ന് പറയുന്ന ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാൻ ഞാൻ എസ് എന്ന് കൊടുത്തു. ഇനി എസ് എന്ന് പറയുന്നതിന്റെ പൊസിഷൻ വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത് A1 വെക്ടർ എന്ന് പറയുന്നത് എസിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ആൻഡ് ടി ഓൺ ലൈൻ L2. L2ലും ടി എന്ന് പറഞ്ഞ ഞാനൊരു പോയിന്റ് എടുത്തു, അതിന്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും A2. Okay, then the magnitude of the shortest distance vector will be equal to that of the projection of ST along the direction of the line of shortest distance. ഇനിയും ഇതിന്റെ magnitude of the shortest distance vector, ഇത് ഈ shortest distance vectorന്റെ magnitude ഓഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് ഈ ST എന്ന് പറയുന്ന ലൈന് പ്രൊജക്ട് ചെയ്യുന്ന സെക്ഷൻ ഉണ്ടല്ലോ. ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാ വരുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ വരുന്നതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ഏതിനാണോ ഉള്ളത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ ST എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഞാൻ എടുത്തു, അതിന്റെ പൊസിഷൻ വെക്ടർ A വെക്ടറിനും A2 വെക്ടറിനും ഞാൻ കൊടുത്തു. ഇത് പ്രൊജക്ട് ചെയ്യുന്ന ഇപ്പുറത്തുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ രണ്ട് ലൈനിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്ന പെർപെൻഡിക്കുലർ ലൈൻ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോൾ ഏതാ ഉള്ളത് PQ അല്ലെ, will be equal to that of the projection of ST along the direction of the line of shortest distance. അതായത് നമ്മൾ ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. If vector PQ is the shortest distance vector between L1 and L2. അപ്പൊ നമുക്ക് L1 and L2 നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നത് ഏതായിരിക്കും വെക്ടർ PQ. കാരണം ഇതിനേക്കാളും ചെറുതല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഒരു വര വെച്ച് കഴിഞ്ഞാൽ ഇതിലും ചെറുതായിട്ട് വരുന്നത് ഇവിടെ ആട്ടെ, ഞാൻ വരച്ചിരിക്കുന്നതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പം വെക്ടർ PQ ആണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ദെൻ ഇറ്റ് ബീങ് പെർപെൻഡിക്കുലർ ടു ബോത്ത്. അപ്പം വെക്ടർ PQ എന്ന് പറയുന്നത് L1നും L2നും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് എന്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, വെക്ടർ B1നും വെക്ടർ B2നും പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ യൂണിറ്റ് വെക്ടർ n along PQ, വെക്ടർ PQ would be, അതായത് യൂണിറ്റ് വെക്ടർ n along the വെക്ടർ PQ എന്ന് പറയുന്നത് എങ്ങനെ വരും, n equal to B1 vector into B2 vector divided by modulus of B1 vector into B2 vector എന്ന് വരും. Then PQ എന്ന് പറയുന്നത്, അപ്പോൾ വെക്ടർ PQനെ നമുക്ക് എങ്ങനെ എഴുതാം, D വെക്ടർ PQ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതായിരിക്കും B1 vector into B2 vector, കാരണം അറിയാമല്ലോ അല്ലെ. അപ്പോൾ വെക്ടർ PQ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, D into n എന്ന് വരും. Where D എന്ന് പറയുന്നത് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം PQനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം, ഈക്വൽ ടു D ഇൻറ്റു യൂണിറ്റ് വെക്ടർ n എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇത് ഇക്വേഷൻ 3 ആയിട്ട് എടുക്കാം കേട്ടോ. Then where D is the magnitude of the shortest distance vector and let theta be the angle between theta, ഫിഗർ കാണുന്നല്ലേ, theta എന്ന് പറയുന്നത് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് STക്കും PQനും ഇടയിലുള്ള ആംഗിൾ ആണ്, ആംഗിൾ ബിറ്റ്വീൻ ആണ്. തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ST ആൻഡ് PQ. STക്കും PQനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, PQ ഈക്വൽ ടു ST ഇൻറ്റു
മോഡുലസ് ഓഫ് കോസ് തീറ്റ. ഇനി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഈക്വൽ ടു, കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ പി ക്യു ഇൻറ്റു വെക്ടർ എസ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ പി ക്യു ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ എസ് ടി. നിങ്ങൾ ഇതിന്റെ പ്രൂഫ് ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എസ് ടി ആൻഡ് പി ക്യു ആണെങ്കിൽ പി ക്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ പി ക്യു ഈക്വൽ ടു എസ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ബട്ട് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ പി ക്യു മൈനസ് st divided by modulus of vector pq into modulus of vector st ആണ്. അങ്ങനെയാണെങ്കിൽ സിൻസ് വേർ st എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? a2 വെക്ടർ മൈനസ് a1 വെക്ടർ എന്ന് എഴുതാം. സിൻസ് st എന്ന് പറയുന്നത് a2 വെക്ടർ മൈനസ് a1 വെക്ടർ, ഈ കേസിൽ എസ് ടി എന്ന് പറയുന്നത് a2 വെക്ടർ മൈനസ് a1 വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? അടുത്ത എങ്ങനെ എഴുതാം? ഡി എൻ ക്യാപ് ഇൻറ്റു a2 മൈനസ് a1 വെക്ടർ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു എസ് ടി. എന്താണ് ഞാൻ എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതി? ഈ ഇക്വേഷനെ ഞാൻ എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതി? ഡി എൻ ക്യാപ് ഇൻറ്റു a2 മൈനസ് a1. a2 മൈനസ് a1 എന്ന് പറയുന്നത് എസ് ടി ആണ്. അതായത് പി ക്യു എന്നുള്ളിടത്ത് ഞാൻ എന്ത് കൊടുത്തു? ഡി എൻ ക്യാപ്. ഞാൻ ഓൾറെഡി ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ? പി ക്യു എന്ന് പറയുന്നത് ഡി എൻ ക്യാപ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പി ക്യുവിന്റെ സ്ഥാനത്ത് ഡി എൻ ക്യാപ് ഇൻറ്റു എസ് ടി എന്ന് പറയുന്നത് എന്താണ്? a2 വെക്ടർ മൈനസ് a1 വെക്ടർ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. a2 വെക്ടർ മൈനസ് a1 വെക്ടർ divided by modulus of PQ into modulus of ST. Modulus of PQ into modulus of ST എന്ന് D into ST എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് വാല്യൂസ് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ രണ്ടിടത്തുനിന്ന് എന്ത് ചെയ്യും? ഡി അങ്ങ് പോകും. റിമൈനിങ് എന്ത് വരും? എൻ ക്യാപ്. എൻ ക്യാപ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്താ? b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ അല്ലേ? ഇൻറ്റു ഇവിടുത്തെ എന്താ ഉള്ളത്? a2 വെക്ടർ മൈനസ് a1 വെക്ടർ. താഴെ റിമൈനിങ് എന്താ ഇനി ഉള്ളത്? st. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ഇൻറ്റു a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 സ്ക്വയർ അല്ല സോറി b2 വെക്ടർ ഇൻറ്റു st. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ദെൻ ഡി എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു പി ക്യു എന്നറിയാം. പി ക്യു എന്ന് പറയുന്നത് എസ് ടി ഇൻറ്റു കോസ് മോഡുലസ് ഓഫ് കോസ് തീറ്റ ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ഡി എ എനിക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? ഡി ഈക്വൽ ടു എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് b1 vector into b2 vector into a2 vector minus a1 vector divided by modulus of b1 vector into b2 vector. Okay, അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. എന്താണ്? d equal to ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഈ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ഇൻറ്റു a2 വെക്ടർ മൈനസ് a1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ. ഓക്കെ, എഴുതിയല്ലോ. ഇനി അടുത്ത എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്കപ്പോൾ കിട്ടി. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒന്നുകൂടെ പറയാം. d ഈക്വൽ ടു മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ഇൻറ്റു a2 വെക്ടർ മൈനസ് a1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ. എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കാർട്ടീഷ്യൻ ഫോമിലേക്ക് നമുക്ക് പോകണം അല്ലേ? The Cartesian formula shortest distance between the lines എന്ന് പറയുന്നത് നമുക്ക് നോക്കാം.
കാർട്ടീഷ്യൻ ഫോമിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കിക്കേ. കാർട്ടീഷ്യൻ ഫോമിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം L1ന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെയാ? x minus x1 by a1 equal to y minus y1 by b1 equal to z minus z1 by c1. ഇതല്ലയോ L1ന്റെ കാർട്ടീഷ്യൻ ഫോം, സോറി കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇനി L2ന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെ? x minus x2 by a2 equal to y minus y2 by b2 equal to z minus z2 by c2. ഓക്കെ, ദെൻ ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ കാർട്ടീഷ്യൻ ഫോം എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് x2 minus x1 y2 minus y1 z2 minus z1 then a1 b1 c1 a2 b2 c2 divided by root of എങ്ങനെയാണ്? b1 c2 minus b2 c1 the whole square plus c1 a2 minus c2 a1 the whole square plus a1 b2 minus a2 b1 the whole square. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ കാർട്ടീഷ്യൻ ഫോം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ ഡയറക്റ്റ്ലി അങ്ങ് കാണാതെ പഠിക്കുക. മനസ്സിലായോ? ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ആദ്യത്തെ എങ്ങനെയായിരുന്നു? മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ ഇൻറ്റു a2 വെക്ടർ മൈനസ് a1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 വെക്ടർ ഇൻറ്റു b2 വെക്ടർ അല്ലേ? ദെൻ അടുത്ത കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? മെട്രിക്സ് ഫോമിൽ എഴുതുക. മെട്രിക്സ് ഓഫ് x2 minus x1 y2 minus y1 z2 minus z1 a1 b1 c1 a2 b2 c2 divided by root of b1 c2 minus b2 c1 the whole square plus c1 a2 minus c2 a1 the whole square plus a1 b2 minus a2 b1 the whole square. Okay, അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ സ്ക്യൂ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ രണ്ട് ഇക്വേഷനും മനസ്സിലായല്ലോ അല്ലെ? അത് രണ്ടും നിങ്ങൾ ഡയറക്റ്റ്ലി പഠിക്കുക. ഇനി അടുത്ത കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസിനെ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, distance between two parallel lines. Okay, distance between two parallel lines. If two lines L1 and L2 are parallel, then they are coplanar. എന്താണ്? L1 ഉം L2 ഉം പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് കോപ്ലാനർ ആണ്. നമ്മൾ സ്ക്യൂ ലൈൻസ് പഠിച്ച എന്തായിരുന്നു? നോൺ കോപ്ലാനർ എന്നാണ് പഠിച്ചല്ലേ? അപ്പൊ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? കോപ്ലാനർ ആണ്. ലെറ്റ് ദ ലൈൻസ് ബി ഗിവൺ. അപ്പൊ ലെറ്റ് ദ ലൈൻസിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ആർ ഈക്വൽ ടു a1 വെക്ടർ പ്ലസ് lambda into b vector. അടുത്ത r vector equal to a2 vector plus mu into b vector. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ആ ഫിഗർ 11.9ന്റെ ഫിഗർ എല്ലാവരും ഒന്ന് നോക്കിക്കേ. പാരലൽ ലൈൻസിന്റെ ഫിഗർ L2 L1 clear yes sir ഓക്കെ, ഫിഗർ എല്ലാവരും നോക്കിക്കോണം കേട്ടോ. ഇപ്പൊ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. where L1 is the position vector of a point S on line L1. അതായത് ലൈൻ L1 എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിന്റ് S ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? A1 വെക്ടർ. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ അത് മാഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. വേർ A1 വെക്ടർ എന്ന് അവിടെ വരേണ്ടത് കേട്ടോ. വേർ A1 വെക്ടർ ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് S ഓൺ ദ ലൈൻ L1 and A2 vector is the position vector of point T. A2 vector എന്ന് പറയുന്നത് T എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഓൺ ദ ലൈൻ L2 എന്ന് പറയുന്ന ലൈൻ. അങ്ങനെയാണെങ്കിൽ as L1 and L2 are coplanar, if the foot of the perpendicular from T on the line L1 is P, അതായത് T-യിൽ നിന്നും ഞാൻ L1ലേക്ക് ഒരു T എന്ന് പറയുന്ന L2-ൽ T എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും L1 എന്ന് പറയുന്ന ലൈനിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് P. പെർപെൻഡിക്കുലർ ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ വരുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് P എന്ന് പറയുന്നത്. Then the distance between the lines L1 and L2, L1നും L2നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് TP ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ലൈൻ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ L1 എന്ന് പറയുന്ന ലൈനിൽ S എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് A1 വെക്ടർ. L2 എന്ന് പറയുന്ന ലൈനിൽ ഒരു പോയിന്റ് എടുത്തു T, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് A2. അങ്ങനെയെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് T-യിൽ നിന്നും ഞാൻ L1ലേക്ക് ഒരു ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ആ പോയിന്റിന് P കൊടുക്കും. Then L1 and L2-ന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് TP. That is ഈ ലൈൻ ആയിരിക്കും. Okay. Then let theta be the angle between the vectors ST vector and B vector. B വെക്ടറിന്റെ ST വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? തീറ്റ. മനസ്സിലായോ? തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ST വെക്ടർ ആൻഡ് B വെക്ടർ. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? B വെക്ടർ ഇൻറ്റു ST വെക്ടർ ഈക്വൽ ടു മോഡുലസ് ഓഫ് B വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് ST വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു n ക്യാപ്, യൂണിറ്റ് വെക്ടർ n ക്യാപ്. ഇനി നമുക്ക് ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ്? തീറ്റ എന്ന് പറയുന്നത് ST വെക്ടറിനും B വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? B വെക്ടർ ഇൻറ്റു ST വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് B വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് ST വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു n ക്യാപ്. ഓക്കെ, അത് ഞാൻ ഇക്വേഷൻ 3 ആയിട്ട് കൊടുത്തു. അതായത് സ്ക്യൂ ലൈൻസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച പോലെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേർ n cap is a unit vector perpendicular to the plane of the lines L1 and L2. L1 and L2ലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇതാ യൂണിറ്റ് വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? n cap എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതിന്റെ ഇതാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? n cap എന്ന് പറയുന്നത്. ആൻഡ് വേർ ST എന്ന് പറയുന്നത് എന്താണ്? ST എന്ന് പറയുന്നത് എന്താണ്? ST വെക്ടർ എന്ന് പറയുന്നത് A2 വെക്ടർ മൈനസ് A1 വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ വരും? തേർഡ് ഇക്വേഷൻസ് എങ്ങനെ വരും? therefore from equation 3 നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ B ഇൻറ്റു അല്ലേ, ഇതല്ലേ ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. STയുടെ വാല്യൂ A2 വെക്ടർ മൈനസ് A1 വെക്ടർ ആണെങ്കിൽ ഇത് എങ്ങനെ വരും? വെക്ടർ B ഇൻറ്റു എങ്ങനെ വരുന്നത്? A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഈക്വൽ ടു അടുത്ത എന്താ വരുന്നത്? മോഡുലസ് ഓഫ് B വെക്ടർ അല്ലേ, മോഡുലസ് ഓഫ് B വെക്ടർ ഇൻറ്റു PT n ക്യാപ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ST വെക്ടർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? TP ആണ്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിട്ട് TP എന്നുള്ളത് PT എന്നിട്ട് എന്നുള്ളതേ ഉള്ളൂ. PT n ക്യാപ് എന്ന് വന്നത്. സിൻസ് നമുക്കറിയാം PT എന്ന് പറയുന്നത് എന്താ? സിൻസ് PT എന്ന് പറയുന്നത് ST വെക്ടർ ഇൻറ്റു സൈൻ തീറ്റയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഡയറക്റ്റ് ആയിട്ട് ST ഇൻറ്റു സൈൻ തീറ്റയുടെ സ്ഥാനത്ത് PT കൊടുത്തത് ഇൻറ്റു n ക്യാപ് അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത മോഡുലസ് ഓഫ് B വെക്ടർ ഇൻറ്റു
A2 vector minus A1 vector equal to modulus of B vector into PT into 1 as എപ്പോൾ മോഡുലസ് ഓഫ് n cap എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വെക്ടർ B ഇൻറ്റു A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഈക്വൽ ടു മോഡുലസ് ഓഫ് B വെക്ടർ ഇൻറ്റു PT ഇൻറ്റു 1. 1 വന്നത് എന്തുകൊണ്ടാണ്? n cap. മോഡുലസ് ഓഫ് n cap എന്ന് പറയുന്നത് 1 വന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? 1 വന്നത്. Hence the distance between the given parallel lines is, അങ്ങനെയാണെങ്കിൽ given parallel linesന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ഈക്വൽ ടു മോഡുലസ് ഓഫ് PT വെക്ടർ ഈക്വൽ ടു മോഡുലസ് ഓഫ് B വെക്ടർ ഇൻറ്റു A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B വെക്ടർ. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? PT വെക്ടർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എങ്ങനെ വരും? PT ഈക്വൽ ടു എന്ന് വന്നു കഴിയുമ്പോൾ ഈക്വൽ സൈൻ ഇപ്പുറത്തുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഡിനോമിനേറ്ററിലാവും. ആ സാധനമാണ് ഈ എഴുതിയിരിക്കുന്നത്. D ഈക്വൽ ടു വെക്ടർ മോഡുലസ് ഓഫ് PT വെക്ടർ ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ B ഇൻറ്റു A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ B. ഓക്കെ, അപ്പം പാരലൽ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ആണ് എന്ത്? D ഈക്വൽ ടു മോഡുലസ് ഓഫ് PT വെക്ടർ എന്ന് എഴുതണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതുമോ? ഒന്നുകിൽ D ഈക്വൽ ടു എന്ന് എഴുതുക, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് PT വെക്ടർ ഈക്വൽ ടു എന്ത് എഴുതുക? വെക്ടർ B ഇൻറ്റു A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ B. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? രണ്ട് പാരലൽ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം രണ്ടിന്റെ ടു ലൈൻസിന്റെ ഡിസ്റ്റൻസ് ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഡയറക്റ്റ് ആയിട്ട് പഠിക്കുക. എങ്ങനെ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്രൂഫ് എന്തായാലും ചോദിക്കത്തില്ല, എക്സസൈസ് ആണ് ചോദിക്കുക. രണ്ടിന്റെ ഇക്വേഷൻസ് നോക്കുക, ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം ഓരോ ചാപ്റ്ററിന്റെയും ഇക്വേഷൻസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് വേണം പഠിക്കാനായിട്ട്, കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇക്വേഷൻസ് മാത്രം ഒന്ന് നോക്കണമെങ്കിലൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്, കേട്ടോ. എക്സാം ഒക്കെ അടുക്കുമല്ലയോ. എല്ലാവരും ഇനി അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. എക്സാമ്പിൾ 11 ഒന്ന് നോക്കി. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ L1 ആൻഡ് L2 whose vectors equation are. രണ്ട് വെക്ടർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെക്ടർ R ഈക്വൽ ടു I cap plus J cap plus lambda into 2 I cap minus J cap plus K cap. ഇത് ഇക്വേഷൻ 1. അടുത്ത് വന്നിരിക്കുന്നത് എന്താണ്? വെക്ടർ R ഈക്വൽ ടു 2I cap plus J cap minus K cap plus mu into 3I cap minus 5J cap plus 2K cap. ഓക്കെ, ഇനി സൊല്യൂഷൻ എങ്ങനെയാണ്? നമുക്ക് രണ്ട് L1 L2 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വെക്ടർ A പ്ലസ് ലാംഡ വെക്ടർ B, ഇത് വെക്ടർ A, ഇത് വെക്ടർ B, അങ്ങനെ കൺസിഡർ ചെയ്താലും മതി, കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി. ഇപ്പം L1 L2 ഉള്ളതുകൊണ്ട് A1 വെക്ടറിനും ഇത് B1 വെക്ടറിനും കൊടുക്കാം. ഇവിടെ വരുമ്പോൾ A2 വെക്ടറിനും B2 വെക്ടറിനും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. Then comparing 1 and 2, അതായത് ഇക്വേഷൻസ് 1 ഉം 2 ഉം കമ്പയർ ചെയ്യാം. Then we get, അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ A1 എന്ന് പറയുന്നത് എന്താണ്? I cap പ്ലസ് J cap അല്ലെ. വെക്ടർ B1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2I cap മൈനസ് J cap പ്ലസ് K cap അല്ലെ. ഇനി വെക്ടർ A2 എന്ന് പറയുന്നത് എന്താ? ഇത്, ദാറ്റ് ഈസ് 2I cap പ്ലസ് J cap. വെക്ടർ B2 എന്ന് പറയുന്നത് എന്താ? ഇത് 3I cap minus 5J cap plus 2K cap. Then എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ നോക്കണം, ഓരോ സ്റ്റെപ്സ് നോക്കണം. ഫസ്റ്റ് A2 മൈനസ് A1 ചെയ്യാം. A2 ഉണ്ട് A1 ഉണ്ട്. അപ്പം A2 മൈനസ് A1 ചെയ്യാമല്ലോ. A2 വെക്ടർ മൈനസ് A1 വെക്ടർ. നോക്കിക്കേ, A2 എന്ന് പറയുന്നത് 2I cap മൈനസ് I cap. അപ്പം എന്ത് വരും? I cap. Then
ജെ ക്യാപ് മൈനസ് ജെ ക്യാപ്, അപ്പം 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പം A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ക്യാപ് എന്ന് കിട്ടും. പ്ലസ് കെയുടെ ടേം ഉണ്ടോ? ഇവിടെ ഒരു മൈനസ് കെ വെക്ടർ ഉണ്ട് അല്ലേ, സോറി ഞാൻ എഴുതാൻ വിട്ടു, മൈനസ് കെ ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? ഐ ക്യാപ് മൈനസ് കെ ക്യാപ് എന്ന് വരും. A2 വെക്ടർ മൈനസ് A1 വെക്ടർ എന്ന് പറയുന്നത് ഐ ക്യാപ് മൈനസ് കെ ക്യാപ് എന്ന് വരും. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? V1 വെക്ടർ ഇൻറ്റു V2 വെക്ടർ അല്ലേ, അപ്പം അത് കണ്ടുപിടിക്കുക. V1 വെക്ടർ ഇൻറ്റു V2 വെക്ടർ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെ വരും? ഇതേ ഇൻറ്റു ഇത് അല്ലേ, അപ്പൊ 2i ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് ഇൻറ്റു എന്താ വരുന്ന അടുത്ത് 3i ക്യാപ് മൈനസ് 5j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ V1 ഇൻറ്റു V2 വെക്ടർ കിട്ടും. ദെൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഹെൻസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ ലൈൻ ഈസ് ഗിവൺ ബൈ ഡയറക്റ്റ് D ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻസ്? V1 ഇൻറ്റു V2 വെക്ടർ മോഡുലസ് ഓഫ് V1 ഇൻറ്റു V2 വെക്ടർ ഇൻറ്റു A2 വെക്ടർ മൈനസ് A1 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് V1 വെക്ടർ ഇൻറ്റു V2 വെക്ടർ. ആദ്യം V1 ഇൻറ്റു V2 കാണുക, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? മോഡുലസ് ഓഫ് V1 ഇൻറ്റു V2 കണ്ടുപിടിക്കുക. ദെൻ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത എക്സാമ്പിളും അതുപോലെ തന്നെയാണ്. രണ്ട് പാരലൽ ലൈൻസ് ആണ്, അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് A1 A2 കണ്ടുപിടിക്കുക, B വെക്ടർ കണ്ടുപിടിക്കുക ഇതിൽ നിന്നും, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി എക്സസൈസിന്റെ നോട്ട്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടാം. സമയമുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തരാം.